നമസ്കാരം, നോബൽ ഫോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ ക്യാമ്പസിൽ ഇവിടെ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പ്രോഗ്രാംസും കുറെ ബഹളങ്ങളും ഒക്കെയാണ് നിങ്ങളിപ്പം കാണുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായി എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന് നോക്കിയാലോ. ഓണം എന്ന് പറയുമ്പോൾ മലയാളക്കാർക്ക് നമ്മളെ കേരളക്കാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉത്സവമാണല്ലേ. ഒരുപാട് ആഘോഷങ്ങൾ നടന്നിട്ടുള്ള പരിപാടികൾ നടന്നിട്ടുള്ള കാര്യമാണല്ലേ. വടംവലി, ഒറിയടി, ഓണസദ്യ, അങ്ങനെ ഇനി നമുക്കുള്ളത് നമ്മുടെ മലയാളികളുടെ തനിമയാർന്ന ഒരു കോമ്പറ്റീഷനാണ് മലയാളി മങ്ക. ഓണം എന്ന ആഘോഷം കേൾക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഗെയിം എന്താ, അല്ലെങ്കിൽ ഒരു പരിപാടി എന്താ? വടംവലി, ഉറിയടി, ഓണസദ്യ. ഹായ്, നമ്മളെ ഫസ്റ്റ് ഓണാല്ലേ നോബിളിലെ, എന്താണ് എക്സ്പീരിയൻസ്? എന്റെ ഫസ്റ്റ് ഓണാണ്. ഞാൻ നോബലിലൂടെ PG MA ഇംഗ്ലീഷിലാണ് പഠിക്കണേ. അപ്പോ നമ്മള് ആദ്യം വിമൻസ് കോളേജ് ആകുമ്പോ നമ്മൾ ആദ്യം ഒരു വേറെ കോളേജിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എത്രമാത്രം പരിപാടികൾ ഉണ്ടാവും, എത്രത്തോളം ആഘോഷം ഉണ്ടാവും. ചിലപ്പോ എല്ലാവരും ഭയങ്കര സൈലന്റ് ആയി ഇരിക്കുക. പക്ഷെ നേരെ തിരിച്ചിരുന്നു, എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. രാവിലെ വന്നപ്പോ തന്നെ നല്ല അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ അതേപോലെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയത് മഴയാണ്. 2-3 വട്ടം മഴ ഒന്ന് പെയ്തപ്പോ ഒന്ന് അകത്ത് കയറേണ്ടി വന്നേ. വേറൊരു കുഴപ്പമില്ല. പരിപാടി കുട്ടികൾ ഓണാണ്, എല്ലാവരും ഓണാണ്. ഭയങ്കര സെറ്റാണ്. ടീച്ചേഴ്സ് ഫുൾ സപ്പോർട്ടാണ്. എല്ലാവരും ഭയങ്കര എനർജി ആയിക്കാണ് ഇന്നത്തെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഓണം ഏത് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോകും? സൈക്കോളജി. ഇപ്രാവശ്യം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഓണം കൊണ്ടുപോവാ നിങ്ങൾക്ക് തോന്നണത്? ഓക്കെ, ഇപ്രാവശ്യത്തെ ഓണത്തിന് ആരാ നമ്മള് വിൻ ചെയ്യാ? സോഷ്യോളജി ആണോ? ആരാണ് ഓണത്ത് ജയിക്കുക? അത് ചോദിച്ചാ എന്റെ അഭിപ്രായത്തിൽ ഞങ്ങളെ BCom തന്നെ കൊണ്ടുപോകുന്നാണ് തോന്നുന്നത്. അത് ഇനി റിസൾട്ട് വരുമ്പോ പറയാം. ഇപ്പത്തിൽ ഏതാണ് ഏറ്റവും ടേസ്റ്റ്? ഏത് കറിയാ ഏറ്റവും ടേസ്റ്റ്? എനിക്ക് സദ്യയിലെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്രാവശ്യം മലയാളി മങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ കൊണ്ടുപോയത് വൃന്ദയാണ്. അപ്പൊ വൃന്ദക്ക് ആ ഒരു ഇമോഷൻസും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ടഫായിരുന്നു. ടഫ് തന്നെയായിരുന്നു. ഒരു ഇംഗ്ലീഷിൽ നമുക്ക് ഇംഗ്ലീഷ് പറയാനുള്ള ഒരു പ്രവണതയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്ന് എടുത്തിടും. അതിൽ നമ്മള് പിടിച്ച് നിന്നാൽ ജയിച്ചു, ഇല്ലെങ്കിൽ ഒരു വായനൊരു ഇംഗ്ലീഷ് വേർഡ് വന്നാല് അതിന് ഔട്ടാവും. അങ്ങനെയൊന്നും എല്ലാരും നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പിന്നെ ജയിച്ചു. നമുക്ക് അടിപൊളിയായിട്ടുള്ള ആവേശികരമായിട്ടുള്ളൊരു മത്സരം നടക്കാൻ. അപ്പൊ നമുക്ക് നോക്കാം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്രാവശ്യത്തെ ഓണം 2025 കൊണ്ടുപോവാ. അങ്ങനെ നമ്മള് കിടു ഓണത്തിന്റെ വാശിയേറെ മത്സരത്തിനോടിൽ നമ്മൾ വിന്നറെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സോ ആരുടെ വിന്നർ?